ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങളൊരു കുട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഉത്സവവും പിറന്നാളൊക്കെ പ്രമാണിച്ച് ആൻഷിക്കുട്ടനൊരു ഡ്രസ്സ് മാമൻ്റെ വക എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഡയറക്റ്റ് ട്രെൻഡ്സിൽ പോകാമെന്ന് കരുതി. കൊടുങ്ങല്ലൂരുള്ള ട്രെൻഡ്സിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ കരുതി ഇത് മാമനും മോനും രണ്ടാളും ട്രെൻഡ്സിൽ നിന്ന് തന്നെ എടുത്തോളും. ഉത്സവം പ്രമാണിച്ച് എന്തായാലും എല്ലാ കൊല്ലവും ഡ്രസ്സ് എടുക്കണ പരിപാടി ഉണ്ട്. അപ്പോൾ മാമനും എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും കൂടെ അവിടെ നിന്ന് എടുക്കുമെന്ന് കരുതി. ചെന്നപ്പോഴാണ് മനസ്സിലായത് കുട്ടിക്ക് വേണ്ടി മാത്രം മതി എന്നുള്ളത്. എന്തായാലും വന്നതല്ലേ, നമുക്ക് ട്രെൻഡ്സിൽ തന്നെ ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട് അവിടെ കുട്ടീസിൻ്റെ സെക്ഷനിൽ പോയി. ഗ്രൗണ്ട് ഫ്ലോറിൽ ലേഡീസിൻ്റെ ഡ്രസ്സസ്, അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലാണ് കിഡ്സിൻ്റെയും അതുപോലെ മെൻസ് വെയറൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ കിഡ്സിൻ്റെ സെക്ഷനിൽ കയറിയിട്ട് നോക്കുമ്പോൾ എന്തായാലും ന്യൂ ബോൺസിന് തൊട്ടുള്ള ഡ്രസ്സുകൾ അവിടെ അവൈലബിൾ ആണ്. നമ്മുടെ കുട്ടിക്ക് വേണ്ടത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻഷിക്കുഞ്ഞിനെന്ന് പറഞ്ഞാൽ 2 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പോൾ 2 to 3 ഇയേഴ്സിൽ നോക്കുമ്പോൾ വലുപ്പം കൂടുതൽ തോന്നുന്നുണ്ട്. 1 to 2 ഇയർ അവിടെ ഞാൻ നോക്കിയിട്ട് കിട്ടിയുമില്ല. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ലേഡീസ് സെക്ഷനിൽ ഇങ്ങനെ ബാഗിയും സ്ട്രെയിറ്റ് പാൻസൊക്കെ കണ്ടത്. അപ്പോൾ രേണുവിന് ഡ്രസ്സ് എടുക്കണം എന്നവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി. എനിക്ക് തോന്നിയത് ഞാൻ എടുക്കുകയും ചെയ്തു. അവൾക്ക് ഇഷ്ടമാവുന്നൊന്നും അറിയില്ല. അങ്ങനെ തോന്നിയപ്പോൾ ഒരു സ്ട്രെയിറ്റ് പാൻറ്റും അതിന് പറ്റിയൊരു ക്രോപ്പ് ടോപ്പും ഞങ്ങൾ എടുത്തു. നെക്സ്റ്റ് ഞങ്ങൾ ഫസ്റ്റ് ഹഗ്ഗിലാണ് പോയത്. അവിടെ ചെന്നാൽ പെട്ടെന്ന് തന്നെ എടിപിടിന്ന് കൊച്ചിൻ്റെ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞു. അവിടെ നമ്മൾ കുട്ടീനെ കൊണ്ടിരുത്തിയാൽ മാത്രം മതി. കറക്റ്റ് ഫിറ്റിങ്ങുള്ള ബാഗി, അതുപോലെ തന്നെ 5 സ്ലീവ് ബനിയൻ, ഷൂ അടക്കം, ഒരു കണ്ണട അടക്കം അവർ സെറ്റാക്കി തന്നു. കണ്ണടയും ഷൂ ഒന്നും നമ്മൾ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് പോയതല്ല. പക്ഷെ അവർ ആ ഫുൾ അറ്റയർ സെറ്റാക്കിയപ്പോൾ അങ്ങനെയായി. കണ്ണട വേണ്ടാന്ന് പറഞ്ഞു, കാരണം ഓൾറെഡി കുഞ്ഞിന് ഒരെണ്ണമുണ്ട്. ഷൂ ഉണ്ട്, മുമ്പത്തെ മാമൻ്റെ ഗിഫ്റ്റ് തന്നെയായിരുന്നു, ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ്. അപ്പോൾ അതിപ്പോൾ പാകല്ല. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ കൂടെ തന്നെ ജസ്റ്റ് പുറത്തുനിന്ന് തന്നെ തൊഴുതിട്ട് അങ്ങനെ പോയി. വേറെ ദിവസം പോയി തൊഴാമെന്ന് വിചാരിച്ചിട്ട് കൃഷ്ണൻകോട്ട പാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വെള്ളം പൊള്ളാന്നൊക്കെ പറയണത് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വണ്ടിയും ഇരുന്നിട്ട് ആൾ നല്ലപോലെ നോക്കുന്നുണ്ട് വെള്ളം കണ്ടിട്ട്. പോണ വഴിയിലൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. മാമന് വേണ്ടി വേറെ ദിവസം പോയിട്ട് നെക്സ്റ്റ് ഡേ പോയിട്ട് ഷോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്കുള്ളത് കിട്ടി. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് തന്നെ. കൈ ചൂണ്ടി അവൻ വെള്ളം കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ വെള്ളം കാണില്ല, അത് കഴിയുമ്പോൾ പിന്നെയും കാണും. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ടാണ് കുട്ടി പോണത്. സാധാരണ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഉറങ്ങാറുണ്ട്, പക്ഷേ ഇത് ചെറിയൊരു യാത്രയാണ്, അതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല, നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പൊയ്യയിലെത്തി, കമ്പനിപ്പടിയിലെത്തി, വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നേരെ വീട്ടിൽ. ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് മാമൻ്റെ വക.